ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രിങ്കാണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഈ ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ആകെ അഞ്ച് സാധനം മതി. ആദ്യമായിട്ട് ഓട്സ് നമ്മൾ നേരിട്ടല്ല എടുക്കുന്നത്. ഇത് ചെറുതായി ഒന്ന് പാനിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പച്ച ചെവയൊക്കെ മാറാനായിട്ടാണ് റോസ്റ്റ് ചെയ്തെടുത്ത ഓട്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തതായി നമുക്ക് വേണ്ടത് ഡേറ്റ്സ്, ഈന്തപ്പഴം. ഈ ഈന്തപ്പഴം ഒരു 8 മുതൽ 10 വരെയാണ് ആവശ്യം. പിന്നെ അധികം കട്ടിയായിട്ട് നമ്മൾ ജ്യൂസ് വരണമെങ്കിൽ കുറച്ച് അധികം യൂസ് ചെയ്യാം. അതേപോലെ ഇത് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഓരോരുത്തരുടെ അളവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ 1 ഗ്ലാസ് വെള്ളം, അതേപോലെ 1/2 ഗ്ലാസ് പാല്. ടോട്ടലി 2 ഗ്ലാസ് ജ്യൂസാണ് ഫൈനലി ഉണ്ടാവുക. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ബാക്കിയുള്ള 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഈ ഡേറ്റ്സ് കുതിർത്ത് വെക്കണം. ഈ ഡേറ്റ്സ് നമ്മൾ ഒരു മണിക്കൂറോളം ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് എടുത്ത ഡേറ്റ്സാണിത്. ഇതാണ് നമ്മൾ നേരിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നേരെ നമ്മളിനി ജ്യൂസറിലേക്ക് ആഡ് ചെയ്താൽ മതി. പിന്നെ ഓട്സും ചെറുതായി ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ തരി ഉണ്ടാവും. ഇനി ഇതാ നമ്മൾ ഇങ്ങനൊരു ജ്യൂസർ എടുത്തിട്ട് അതിലേക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് ഓട്സ്, ഒരു 4 സ്പൂൺ ഓട്സ്. 2 ഗ്ലാസ് ജ്യൂസിന് 4 സ്പൂൺ ഓട്സ് അധികമായാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ 4 സ്പൂൺ ഓട്സ് 2 ഗ്ലാസ്സിന്. പിന്നെ ഈ ഓട്സ് ഇത് നമ്മൾ കുറച്ച് ഈ ജ്യൂസ് കുടിക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ട് അതിൽ പീസസ് കിടക്കും ഓട്സിൻ്റെ. അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ. ഇനി അങ്ങനെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഓട്സ് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഡേറ്റ്സ് ആഡ് ചെയ്യാണ്. ഡയറക്റ്റായിട്ട് ആ കംപ്ലീറ്റ് ഡേറ്റ്സും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഡേറ്റ്സ് വളരെ പെട്ടെന്ന് അടിഞ്ഞ് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഡേറ്റ്സ് ജ്യൂസ് അടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ പാല്, 1/2 ഗ്ലാസ് പാലാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് ഫുള്ളായിട്ട് പാലിൽ തന്നെ അടിക്കാവുന്നതാണ്. പിന്നെ 1 ഗ്ലാസ് വെള്ളം. ഇത് നല്ല ഫ്രീ ഫ്ലോ ആയിട്ട് നല്ല ലൂസായിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. തിക്കായിട്ട് വേണമെങ്കിൽ കൂടുതൽ ഡേറ്റ്സ് ആഡ് ചെയ്യാം. പിന്നെ പഞ്ചസാര ആവശ്യത്തിന്. നമ്മളിവിടെ 4 സ്പൂണ് പഞ്ചസാരയാണ് എടുക്കുന്നത്. കൂടുതൽ മധുരം വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. അതേപോലെ ഈ ജ്യൂസ് തണുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം, തണുത്ത പാലും ഡേറ്റ്സ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ അതും കൂടി തണുത്ത് കിട്ടും. അപ്പോൾ തണുത്തിട്ട് നല്ല ടേസ്റ്റ് ആവും. ജ്യൂസറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. ഇനി നമ്മൾ ആ ജ്യൂസ് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇതാ മാറ്റുന്നു. എന്നാൽ കണ്ടോ, നല്ല ലൂസായിട്ടാണ് ഇത് അടിച്ചെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിക്കായിട്ട് അടിക്കാം. പിന്നെ ഇതിനൊരു വെറൈറ്റി ആയിട്ട് ഒരു പഴം ചേർത്താൽ നല്ല കട്ടിയിൽ കിട്ടുന്നതാണ്. കുറച്ച് ഡേറ്റ്സും നട്ട്സും ഒക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തു. ഇത് 2 ഗ്ലാസ് നമ്മളെ സ്പെഷ്യൽ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇത് തണുപ്പിച്ചിട്ടൊക്കെ കഴിച്ചാൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. പിന്നെ ഇതൊരു ഹെൽത്തി ഡ്രിങ്കാണ്. നമ്മൾ ഓട്സ് കൊണ്ടൊന്നും സാധാരണ ചെയ്യാറില്ല അല്ലേ? അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. ഓക്കെ, താങ്ക് യു.